ഇവിടെ ശ്രദ്ധിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൊമെൻറ്റ് ഏരിയ മെത്തേഡ് വെച്ചിട്ട് ഡിഫ്ലക്ഷനും അതുപോലെ തന്നെ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ ക്യാൻലിവർ ബീമിൽ വരുന്ന 1-2 എക്സാമ്പിളും കാര്യങ്ങളും നമ്മൾ നോക്കി അതിൻ്റെ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ശേഷം വരുന്ന ഭാഗമാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് സെൻട്രൽ പോയിൻറ്റ് ലോഡ് W ആൻഡ് സ്പാൻ L. നമ്മളിങ്ങനെ എടുക്കുന്ന കേസ് എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിലാണ്. ഓക്കെ, സെൻട്രലിൽ ലോഡ് W എന്ന് പറയുന്ന ലോഡ് വരുന്ന ഒരു പോയിൻറ്റ് ലോഡാണ് വരുന്നത്. ആ ഒരു കേസാണ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ മെത്തേഡൊക്കെ പറഞ്ഞ സെയിം പോലെ തന്നെ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക എന്നാണ്. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കാണാൻ അറിയണം. അതായത് നമ്മൾ W എന്ന് പറയുന്ന ഒരു പോയിൻറ്റ് ലോഡ്, 2 സിംപ്ലി സപ്പോർട്ടഡ് ബീം, അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ പറഞ്ഞാൽ RA അതേപോലെ തന്നെ RB. അപ്പോൾ ഇവിടെ RAയും RBയും ഈക്വൽ ആയിരിക്കും. അതായത് RA = RB = W/2 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മാക്സിമം മൊമെൻറ്റ് എന്ന് പറയുന്നത് സെൻട്രലാണ് മാക്സിമം മൊമെൻറ്റ് വരുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് മുകളിൽ കാണിച്ചിട്ടുള്ളത്. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് മിഡ് പോയിൻറ്റ് C = WL/4. ഇത് പഠിച്ചതാണ് നമ്മൾ. സെൻട്രലാണ് മാക്സിമം ഒരു പോയിൻറ്റ് ലോഡ് സെൻട്രലാണ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരിക സെൻട്രലാണ് നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ ഇക്വേഷനാണ് WL/4. അതായത് സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് പോയിൻറ്റ് ലോഡ് അറ്റ് ഇറ്റ്സ് ഓൺ മിഡ് സ്പാൻ അല്ലെങ്കിൽ ഇറ്റ്സ് ഓൺ സെൻറ്റർ. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ WL/4 ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ആ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ മുകളിലുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, B എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, A എന്ന് പറയുന്നത് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ A എന്ന് പറയുന്ന സപ്പോർട്ട്, B എന്ന് പറയുന്ന സപ്പോർട്ട്, അതനുസരിച്ച് നമ്മൾ ഡയഗ്രാം വരച്ചു. ഡയഗ്രാം വരച്ചിട്ട് നമ്മൾ ഈ 2 ട്രയാങ്കിൾ കൂടിച്ചേരുന്നതാണ് വലിയൊരു ട്രയാങ്കിളായിട്ടാണ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ കേസിൽ ഇത് സിമ്മട്രിക്കൽ ആയതുകൊണ്ട് സെൻട്രലാണ് ലോഡ് ആക്ട് ചെയ്യണത്. അതുകൊണ്ട് 2 സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് സിമ്മട്രിക്കൽ ആയതുകൊണ്ട് നമുക്ക് പകുതിയുള്ള ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതായത് ഫിഗർ കറക്റ്റ് നോക്കുക. A', അതായത് B എന്ന് പറയുന്ന ഫിഗറാണ് നോക്കേണ്ടത്. A', C', C" എന്ന് പറയുന്ന ആ ഒരു ട്രയാങ്കിൾ വരുന്ന ഭാഗം മാത്രം കൺസിഡർ ചെയ്യുക. നമുക്ക് ഫുള്ളായിട്ടുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യേണ്ട. ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഫുൾ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പകുതി ഭാഗം മാത്രം മതി. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ പകുതി ഏരിയ അങ്ങനെ കൺസിഡർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിൽ A' എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ആ പകുതിയുള്ള ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിലേക്ക്, അതായത് h/3 ഹൈറ്റാണ് ബേസിൽ നിന്ന് വരിക. പക്ഷെ നമുക്ക് എവിടെ നിന്നാണ് വേണ്ടത്? A' എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് A' നിന്നുള്ള ഡിസ്റ്റൻസ് ആക്കി കൺസിഡർ ചെയ്യുമ്പോൾ 2/3 × L/2, അതായത് പകുതി ഡിസ്റ്റൻസ് ആണ് ട്രയാങ്കിളിന്. അപ്പോൾ പകുതിയാണ് L/2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അതിൻ്റെ 2/3 അതാണ് നമുക്ക് സെൻട്രോയിഡ് CG എന്ന് പറയുന്ന പോയിന്റിലേക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ കൺസെപ്റ്റുകൾ. ഫസ്റ്റ് വൺ ഏരിയ കാണാം. ഏരിയ = ½ BH എന്ന് പറഞ്ഞാൽ പകുതി ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യാനുള്ളത്. അപ്പോൾ ½ × L/2 ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്താൽ മതി. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ലെങ്ത് ആയി. ഓക്കെ, അപ്പോൾ ½ × L/2 × WL/4 = WL²/16 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് പറയുന്നത് CG വെച്ചിട്ട് എന്ത് ചെയ്യാം? AH' എന്നുള്ള ടേം ചെയ്യാം. AH' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് മുകളിൽ മറ്റേ ടേം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ H' എന്നുള്ള ടേം എന്താണെന്നാണ് എഴുതുന്നത്. അപ്പോൾ ഇറ്റ്സ് CG ഫ്രം A = അപ്പോൾ എന്താണ് എഴുതിയത്? 2/3 × L/2. അത് ചെയ്ത് കഴിഞ്ഞാൽ 2 × 2 ക്യാൻസൽ ആയാൽ ബാക്കി എന്താ ഉള്ളത്? L/3 ആണ് ബാക്കിയുള്ളത്. ഓക്കെ, അപ്പോൾ L/3 എന്നുള്ളത് മാർക്ക് ചെയ്തു. ഇനി നമ്മളെ മോർസ് തിയറം പ്രകാരം മോർസ് തിയറം 1 = എന്താ പറയുന്നത്? സ്ലോപ്പ് അറ്റ് A θ A = ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം /EI. നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. മോർസ് തിയറം 1 പ്രകാരം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഏരിയയെ EI എന്ന് പറയുന്ന ഫ്ലെക്ചറൽ റിജിഡിറ്റി, അതാണ് EI എന്ന് പറയുന്നത്. EI കൊണ്ട് ഒരു പ്രാവശ്യം ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് തൊട്ട് മുകളിൽ ഏരിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ θ A എന്ന് പറയുന്ന സ്ലോപ്പ് = WL²/16 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഏരിയ. അതിനെ EI കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 എന്നുള്ളതിൻ്റെ കൂടെ എന്ത് ചെയ്യും?
ഒരു EI എന്ന് കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് ഇക്വേഷൻ ആയി. ഓക്കെ, തീറ്റ A ഈസ് ഈക്വൽ ടു WL²/16EI. ഇനി അടുത്ത എന്താണ് വേണ്ടത്? ഡിഫ്ലക്ഷൻ ആണ് വേണ്ടത്. ഡിഫ്ലക്ഷൻ കാണാൻ നമുക്ക് AX ഡിവൈഡഡ് ബൈ EI. ഓക്കെ, AX ഏരിയ നമുക്കറിയാം, അതിനെ X കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ WL²/16 ഇൻറ്റു 2/3 ഇൻറ്റു L/2. ഈ ടേമിനെ ഒന്നിച്ച് 1/EI എന്നുള്ള ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. EI കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ വരുന്നത്? ഡിഫ്ലക്ഷൻ YC ഈസ് ഈക്വൽ ടു WL³ ഡിവൈഡഡ് ബൈ 48EI. ഇത് ഈ ടേമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്ഷൻ C എന്ന് പറയുന്ന പോയിന്റ് ഡിഫ്ലക്ഷനും കിട്ടി WL³/48EI. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡിലും നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് പോയിന്റ് ലോഡ് വന്ന കേസിൽ സെയിം തന്നെയാണ് കിട്ടിയിട്ടുണ്ടാവുക. അതിൽ നെഗറ്റീവും പോസിറ്റീവും വന്നതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ഡൗൺവേർഡ് ഡയറക്ഷൻ എന്ന് കാണിക്കാൻ വേണ്ടി ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടായിരിക്കും. അതുപോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അതിൻ്റെ റൊട്ടേഷൻ, സ്ലോപ്പിൻ്റെ റൊട്ടേഷൻ കാണിക്കാൻ വേണ്ടി അതിലും സൈൻ യൂസ് ചെയ്തിട്ടുണ്ടാവും. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി എടുക്കുന്നത് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നത്, അത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ തന്നെയാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് പോയിന്റ് ലോഡ് അറ്റ് മിഡ് സ്പാൻ ആണ്. ഇതേപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ UDL വന്നാൽ എന്താവും കേസ്? ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, UDL വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം അതനുസരിച്ച് മാറ്റം വരും അല്ലേ? പാരബോളിക് ഷേപ്പാണ് UDL ഉണ്ടായിരുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിലെ എൻറ്റയർ സ്പാനിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് UDL ആണ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ്, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് സെൻറ്ററിൽ തന്നെയാണ് ഉണ്ടാവുക. ആ സെൻറ്ററിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? WL²/8 ആയിരിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അറിയാത്തവരെന്ത് ചെയ്യുക? ഒന്നും കൂടി അതിൻ്റെ രണ്ട് സൈഡിലും RAയും RBയും റിയാക്ഷൻസൊക്കെ ഒന്ന് എഴുതി നോക്കി. അതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് സെൻറ്ററിലാണ് വരിക. അപ്പോൾ സെൻറ്ററിലും മൊമെൻറ്റ് എടുക്കുക. കാരണം സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോൾ രണ്ട് എൻഡിലും ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ L, UDL W/meter ഓവർ എൻറ്റയർ സ്പാൻ. അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് മിഡ് സ്പാൻ C is equal to WL²/8. ദ ബീം ഈസ് സിമെട്രിക്കലി ലോഡഡ്. അത് സിമെട്രിക്കൽ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ RAയും RBയും രണ്ട് സൈഡിലുള്ള RA എത്രയാണ്, അതേപോലെ RB എത്രയാണെന്നുള്ള കാര്യം നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ എഴുതാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റും എഴുതുന്നത്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ചെയ്യാൻ WL²/8 ആണ് അതിൽ നമുക്ക് മാക്സിമം വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് ആണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഫസ്റ്റ് വേണ്ടുന്ന ഏരിയ കാണണം. അപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഇവിടെ നോക്കുക, നമുക്ക് പാരബോളിക് ഷേപ്പാണ് വന്നിട്ടുള്ളത് UDL ആകുമ്പോൾ. അപ്പോൾ UDL ആകുമ്പോൾ പാരബോളിക് ഷേപ്പിൽ നമ്മുടെ ടോപ്പ് മാക്സിമം വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് WL²/8. ഓക്കെ, ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. WL²/8 ആണ് മാക്സിമം വരുന്ന അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ്. രണ്ട് എൻഡിലും ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ്. അതൊരു പാരബോളിക് ഷേപ്പായിട്ടാണ് എന്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ സെൻറ്ററോട് ഇവിടെയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് പകുതി ഏരിയ മാത്രമാണ്. പാരബോളിക് ഷേപ്പിൻ്റെ പകുതി ഏരിയ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ആ പകുതി ഏരിയ, അതുപോലെ തന്നെ ആ ഒരു പോർഷൻ വരെ ഈ എൻഡ് A എന്ന് പറയുന്ന എൻഡിൻ്റെ പോർഷനിൽ നിന്ന് CG, ആ ഹാഫ് ബെൻഡിങ് മൊമെൻറ്റ് ഏരിയൻ്റെ CGയിലേക്കുള്ള ഡിസ്റ്റൻസ് പറയുന്നത് 5L/16 ആണ്. ഓക്കെ, അത് മനസ്സിലാക്കി വയ്ക്കുക. 5L/16. ഓക്കെ, 5L/16 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് അത് ഡയറക്റ്റായിട്ട് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അതായത് L/2 ഡിസ്റ്റൻസ് അവിടെ ഓൾറെഡി ഉണ്ട്. 5/8 എന്ന് പറയുന്ന ടേമാണ് ശരിക്കും വരിക, 5/8. അപ്പോൾ 5/8 ഇൻറ്റു L/2 ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഹാഫ് പോർഷൻ്റെ CGയിലേക്കുള്ള ഡിസ്റ്റൻസായി മാറുന്നത്. അങ്ങനെയാണ് 5L/16, 2 × 8. അങ്ങനെയാണ് താഴത്ത് 16 ആവും, മുകളിൽ 5 × L 5L ആയി മാറും. ഓക്കെ, അപ്പോൾ CG H ബാറും നമുക്ക് കിട്ടി. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ബിറ്റ്വീൻ A ആൻഡ് C. A ആൻഡ് C എന്ന് കൊടുക്കാൻ കാരണം A ആൻഡ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തി? A എന്ന് പറയുന്ന എൻഡ് മുതൽ ലെങ്ത്ത് L ഡിസ്റ്റൻസിൽ അപ്പുറത്തുള്ളൊരു എൻഡാണ് എന്ത്? B. അത്രയും ഡിസ്റ്റൻസ് കംപ്ലീറ്റ് കവറായി. അപ്പോൾ നമുക്ക് ആവശ്യം എന്തുള്ളൂ? സിമെട്രിക്കൽ ആയതുകൊണ്ട് പകുതി മാത്രം മതി. അപ്പോൾ A ആൻഡ് C എന്ന് പറയുന്ന
മിഡ് പോയിൻ്റാണ് സി. അതുവരെയുള്ള ഏരിയ മാത്രമാണ് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ പറയുന്നത് 2/3BH ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, എപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക, പാരബോളിക് ഷേപ്പിൻ്റെ ഇക്വേഷൻ, അതായത് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് 2/3B/H. അതിൽ ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, L/2 ഡിസ്റ്റൻസ് ആണ്, പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ L/2 ഡിസ്റ്റൻസ് കൊടുത്തു. എച്ച് എന്ന് പറയുന്നത് അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് മാക്സിമം കിട്ടിയ ഡിസ്റ്റൻസ് ഇല്ലേ, അതാണ് ആ ഹൈറ്റ്, അതാണ് എച്ച് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ WL²/8. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം മൾട്ടി 2 2 ക്യാൻസലായി. WL² × L, WL³ എന്ന് വന്നു. താഴത്ത് എന്താണ് 3 × 8 24. ഓക്കെ, അപ്പോൾ നമുക്ക് WL³/24 എന്ന് കിട്ടി. ഇനി അടുത്തത് CG. ഈ CG ആണ് ഞാൻ പറഞ്ഞത് 5/8 ആണ്. 5/8 × L/2 കൊടുക്കുമ്പോഴാണ് നമുക്ക് 5/5 L/16 എന്നുള്ള ടേം കിട്ടുന്നത്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുക, നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ പഠിച്ച തിയറം പ്രകാരം തന്നെ അപ്ലൈ ചെയ്യുക. വളരെ സിമ്പിളാണ്, എല്ലാ പ്രോസസ്സും ഒരേപോലെ തന്നെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് എടുക്കാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഡയഗ്രാം വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം, ഏരിയ കാണാൻ അറിഞ്ഞിരിക്കണം, പിന്നെ അതിൻ്റെ എച്ച് ബാർ, അതായത് സെൻട്രോയുടെ CG എന്ന് പറയുന്ന ഇത് പോയിൻ്റ് എവിടെയാണ് വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അവിടെ നോക്കാം. ഫസ്റ്റ് മോർസ് തിയറം 1. മോർസ് തിയറം 1 എന്താണ് പറയുന്നത്, സ്ലോപ്പ് അറ്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ എത്രയാണ് സ്ലോപ്പ് ഫസ്റ്റത്തെയാണ്. അപ്പോൾ ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഡിവൈഡഡ് ബൈ ഫ്ലെക്സുലർ റിജിഡിറ്റി. ഓക്കെ, അതായത് EI. അപ്പോൾ ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം മുകളിൽ കിട്ടിയിട്ടുണ്ട്, WL³/24 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ θA = WL³/24EI. അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ സി എന്ന് പറയുന്ന സെൻട്രൽ പോയിന്റ്, അതാണ് സി. ആ സി എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന ഡിഫ്ലക്ഷൻ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ Ymax = അല്ലെങ്കിൽ YC = എന്താണ് വരുന്നത്, AH ബാർ എന്ന് പറയുന്ന ടേമിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, EI കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ EI കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടേമാണ്, അതായത് നമുക്കവിടെ എന്താ ഉള്ളത്, WL³/24EI × 5L/16, അതാണ് എച്ച് ബാർ. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഏറ്റവും ഫൈനലാക്കി എഴുതി വയ്ക്കുന്ന ടേമാണെന്ത്, 24 × 16 ചെയ്ത് കഴിഞ്ഞാൽ 384 എന്ന് കിട്ടും. പിന്നെ ആ 5 അതേപോലെ തന്നെ എഴുതി, അതങ്ങനെ ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ഫ്രണ്ടിക്കാക്കി എടുത്തെഴുതി 5/384 × WL³ × L എന്താ വരുന്നത്, WL⁻4 എന്ന് പറയുന്ന ടേമും വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കതിൻ്റെ മാക്സിമം Ymax, അതായത് എത്രയാണ് അവിടുത്തെ ഡിഫ്ലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കേസുകളാണ് നമ്മൾ പഠിക്കുന്നത്. സിംപ്ലി സപ്പോർട്ടർ വിത്ത് പോയിന്റ് ലോഡും സിംപ്ലി സപ്പോർട്ടർ വിത്ത് UDL മോർസ് തിയറം പ്രകാരം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ മോർസ് തിയർ ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മോർസ് തിയർ പ്രകാരം തന്നെ ഡെറിവേഷൻ എഴുതണം. ഇനി പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പ്രോബ്ലം തന്നെ ചെയ്യണം. ആ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളോട് പ്രോബ്ലം തന്നു, അതിൻ്റെ ലാസ്റ്റ് പറയുകയാണ് യൂസ് മോർസ് തിയർ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് അതന്നെ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ അടുത്ത് നോക്കുന്നത്. ഇവിടെ നോക്കുക, എ കാൻലിവർ 3 meter സ്പാൻ ക്യാരീസ് എ പോയിന്റ് ലോഡ് ഓഫ് 25 kN അറ്റ് ദി എൻഡ്. അപ്പോൾ ഒരു കാൻലിവർ ബീമാണ്, 3 meter ഡിസ്റ്റൻസ് ഉണ്ട്, അതിൽ 25 kN എന്ന് പറയുന്ന ഒരു പോയിന്റ് ലോഡ് ബി എന്ന് പറയുന്ന എൻഡിലാണ് ആക്ട് ചെയ്യുന്നത്. ഫൈൻഡ് ദി സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് ദി ഫ്രീ എൻഡ്. ക്യാപിറ്റൽ E യങ് മോഡുലസ് = 200 kN/mm² and I = അതായത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ 360 × 10⁻⁶ mm⁻⁴. യൂസ് മൊമെൻറ്റ് ഏരിയ മെത്തേഡ് അല്ലെങ്കിൽ ഏരിയ മൊമെൻറ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത്, നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് നമുക്ക് പറഞ്ഞ സംഗതിയിലനുസരിച്ച് ഒരു ക്വസ്റ്റ്യൻ വരയ്ക്കുക. അതായത് ഒരു കാൻലിവർ ബീം വരച്ചു, അതിന് 3 meter സ്പാൻ ആണെന്ന് മാർക്ക് ചെയ്തു, രണ്ട് എൻഡിലും A B എന്ന് മാർക്ക് ചെയ്തു. ബി എന്ന് പറയുന്ന പോയിൻ്റാണ് ഫ്രീ എൻഡ്. ആ പോയിന്റിൽ നമ്മൾ 25 എന്ന് പറയുന്ന kN ഒരു പോയിന്റ് ലോഡ് അവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി വേണ്ട നമുക്ക് മാക്സിമം വരുന്ന ബെൻഡിങ് മൊമെൻറ്റ്. സിമ്പിളാണ്, കാരണം ഒരു കാൻലിവർ ആയതുകൊണ്ട് അതിൻ്റെ WL ആണ് നമുക്ക്, അതായത് ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ് ആണ് അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ്. ആ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ഉണ്ടാവുക എവിടെയാണ്, ആ ഫിക്സഡ് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത A എന്ന് പറയുന്ന പോയിന്റിലാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ B എന്ന് പറയുന്ന പോയിന്റിൽ 0 ആണ്.
ഇത് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു സ്ലോപ്പായിട്ട് ഒരു ട്രയാങ്കിൾ പോലെയാണ് നമുക്ക് ഇതിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം കിട്ടുന്നത്. ഇവിടെ കാണാം നമുക്ക് വരച്ചത്. അപ്പോൾ 75 കിട്ടുന്നത്, 75 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, 75 കിലോ ന്യൂട്ടൺ മീറ്ററാണ്, പെർ മീറ്റർ എന്നില്ല. കാരണം നമുക്ക് എന്താ 25 എന്ന് പറയുന്നത് കിലോ ന്യൂട്ടണിലാണ്, 3 എന്ന് പറയുന്നത് മീറ്ററിലാണ്. അപ്പോൾ കിലോ ന്യൂട്ടൺ മീറ്റർ ആയിട്ടാണ് കിട്ടുന്നത്. അതെല്ലാവരും കറക്റ്റ് ചെയ്തിട്ട് തന്നെ എഴുതുക. 75 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് ആയി. നമുക്ക് ഇനി എന്താ അടുത്തത്? ഏരിയ കാണുക. ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രത്തിൻ്റെ ഏരിയ കാണുക. അതായത് അടുത്ത സ്റ്റെപ്പായിട്ട് തന്നെ എഴുതാം. മോഴ്സ് തിയറം വെച്ച് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇക്വേഷൻ എഴുതി വെച്ച് ചെയ്യരുത്. നിങ്ങൾക്കറിയാം ഓൾറെഡി ഇക്വേഷൻ എന്താ. ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ കാൻലിവർ വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ് വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇതാണ് എന്നറിയാം. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ അറിയാം, അതുപോലെ ഡിഫ്ലക്ഷൻ കാണാനുള്ള ഇക്വേഷൻ അറിയാം. പക്ഷേ യൂസ് മോഴ്സ് തിയറം എന്ന് പറഞ്ഞ് നിങ്ങളോടൊരു പ്രോബ്ലം ചെയ്യാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ സ്റ്റെപ്പ്, നമ്മുടെ മോഴ്സ് തിയറം 1, മോഴ്സ് തിയറം 2, ഇതെന്താണോ സ്റ്റെപ്പ് നമ്മളോട് പറയുന്നത് ആ സ്റ്റെപ്പ് പ്രകാരം തന്നെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഏരിയ കാണുക. ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം എന്താണ്? ഹാഫ് BH ആണ്. ഹാഫ് ഇൻറ്റു 3 മീറ്റർ ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 75 നമുക്ക് 112.5 കിലോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അതിൽ നമുക്ക് എന്ത് ചെയ്യുക? ആ ഒരു ടേമിൽ തന്നെ നമുക്ക് mm² മാറ്റി എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ ആക്കി വെച്ചാലും മതി. ഓക്കെ, ഇനി അടുത്ത ടേം, അടുത്തതെന്ന് പറയുന്നത് നമുക്ക് CG ഓഫ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം. CG ഓഫ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രത്തിൽ നോക്കുക. ഇവിടെ തൊട്ട് മുകളിൽ കിലോ ന്യൂട്ടൺ mm² മാറ്റാൻ കാരണം ഇവിടെ നോക്കുക, ക്വസ്റ്റ്യനിൽ E എന്ന് പറയുന്ന വാല്യൂ, അതായത് യങ്സ് മോഡുലസ് എന്ന് പറയുന്ന വാല്യൂ ഏതിലാണ് തന്നിട്ടുള്ളത്? 200 കിലോ ന്യൂട്ടൺ പെർ mm² തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളിവിടെ മീറ്റർ സ്ക്വയർ കിട്ടിയപ്പോൾ നമ്മളിവിടെ ചെയ്തപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം കിട്ടുന്നതിൻ്റെ യൂണിറ്റ് പറയുന്നത് കിലോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്, മീറ്റർ സ്ക്വയർ എന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് mm² മാറ്റുമ്പോൾ ഇൻറ്റു 10⁻6 ഇട്ട് വെക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തത്. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രത്തിൻ്റെ CGയിലേക്കുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, എവിടുന്ന്? ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. നമ്മൾ ചെയ്ത മെത്തേഡ് ഒന്നുകൂടി എടുത്ത് നോക്കുക. കാൻലിവർ ബീമിൽ ചെയ്തത് B എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് അതിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രത്തിൻ്റെ CGയിലേക്കുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, H ബാർ. ഓക്കെ, അപ്പോൾ H ബാർ ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു 3 മീറ്റർ ഡിസ്റ്റൻസിൻ്റെ 2/3 ആണ് വേണ്ടത്. അപ്പോൾ 3 കട്ട് ചെയ്ത് പോയാൽ 2 മീറ്റർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ സ്ലോപ്പ് അറ്റ് ബി കാണാൻ θB ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ഡിവൈഡഡ് ബൈ EI. ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ഡിവൈഡഡ് ബൈ EI. എന്താണ് ഏരിയ കിട്ടിയിട്ടുള്ളത്? 112.5 ഇൻറ്റു 10⁻6 ആണ് ഏരിയ കിട്ടിയിട്ടുള്ളത്. അത് ഡിവൈഡഡ് ബൈ EI. ഇൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഐൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. രണ്ടും നമ്മൾ അതേപോലെ തന്നെ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തൊട്ട് മുകളിൽ നോക്കി നോക്കുക, ഐ വാല്യൂവും അതുപോലെ തന്നെ കണ്ടോ EIൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതുപോലെ ഐ, ഇത് രണ്ടും അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വേറെ വ്യത്യാസമൊന്നുമില്ല. എന്നിട്ട് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ബ്രാക്കറ്റ് കറക്റ്റ് കൊടുക്കുക. ഫസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 112.5 ഇൻറ്റു 10⁻6 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ഹരിക്കണം എന്നുള്ളത് കൊടുക്കുക. വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 200 ഇൻറ്റു 360 ഇൻറ്റു 10⁻6 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ ഈക്വൽ ടു അടിക്കുക. അപ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക്? 0.00156 എന്ന് കിട്ടും. ഓക്കെ, ചിലപ്പോൾ കാൽക്കുലേറ്ററിൽ കാണിക്കുന്നത് ചിലപ്പോൾ 1 അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് 1.56 ഇൻറ്റു 10⁻⁻4 അങ്ങനെയുള്ള ടേമായിട്ടാണ് കാണിക്കുക. രണ്ടാണെങ്കിലും സെയിം ആൻസർ ആണ്. ഓക്കെ, 10⁻⁻4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട്, അല്ലെങ്കിൽ -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് 3 സ്ഥാനം ഇങ്ങോട്ട് മാറിയിട്ടാണ് പോയിൻ്റ് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ച് ഈ ആൻസർ അതല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അടുത്ത ഡിഫ്ലക്ഷൻ കാണണം. ഡിഫ്ലക്ഷൻ കാണാനുള്ള എന്താ? മൊമെൻ്റ് ഓഫ് ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം, അതായത് A ഇൻറ്റു H ബാർ, അതായത് AH ബാർ, അതാണ് ഡിഫ്ലക്ഷൻ. B എന്ന് പറയുന്ന പോയിൻ്റ് ഡിഫ്ലക്ഷൻ കാണാൻ. അപ്പോൾ AH ബാർ ഡിവൈഡഡ് ബൈ EI. അപ്പോൾ AH ബാർ എന്താ? 112.5 ഇൻറ്റു 10⁻6 ഇൻറ്റു 2 ഉള്ളത് മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 10⁻3 അങ്ങനെയാണ്. 10⁻6ഉം 10⁻3യും കൂടിയും ഒരുമിച്ചാക്കിയതാണ് ഇത് 10⁻9 എന്ന് എഴുതിയിട്ടുള്ളത്, ഹോൾ ഡിവൈഡഡ് ബൈ EI.
ഇ ഐൻ്റെ വാല്യൂ എന്താ 200 ഇൻറ്റു 360 ഇൻറ്റു 10⁻6 ഈസ് ഈക്വൽ ടു 3.125 mm. ഓക്കെ, 3.125 mm അതാണ് അവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്തതിന് ശേഷം ആ ആൻസർ ഒന്നുകൂടി താഴേക്ക് എടുത്തെഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കാൻലിവർ ബീമിൽ 4 മീറ്റർ സ്പാന്. ഓക്കെ, കാൻലിവർ ബീം 4 മീറ്റർ സ്പാൻ ക്യാരീസ് എ പോയിന്റ് ലോഡ് ഓഫ് 20 kN അറ്റ് 2 മീറ്റർ ഫ്രം ദ ഫ്രീ എൻഡ്. അപ്പോൾ ഇവിടെ നോക്കുക, ഫിഗർ ഒന്ന് വരച്ച് നോക്കുക. കണ്ടില്ലേ, 4 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഒരു കാൻലിവർ ബീം, അതിൻ്റെ 2 മീറ്റർ മാറിയിട്ടാണ് എന്ത് 20 kN ആക്ട് ചെയ്യുന്നത്. അതുപോലെ അതിലേക്കുള്ള ഡിസ്റ്റൻസ് 2 മീറ്റർ ഫ്രം ബി എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് 20 kN ആക്ട് ചെയ്യുന്നത്. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. WL ഇത് 2 × 20 40 kN മീറ്റർ എന്ന് വരും. അങ്ങനെ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് 20 × 2 40 kN മീറ്റർ. അപ്പോൾ ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഹാഫ് BH ഹാഫ് ഇൻറ്റു 2 മീറ്റർ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇനി 4 മീറ്റർ സ്പാന് ടോട്ടലായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹാഫ് ഇൻറ്റു 2 × 40. അപ്പോൾ 40 എന്താ 2 × 2 ക്യാൻസലായി 40 kN മീറ്റർ സ്ക്വയർ എന്ന് വരും. അടുത്ത് പറയുന്നത് CG എച്ച് ബാർ. എച്ച് ബാർ എന്ന് പറയുന്നത് എവിടെ നിന്ന് പറയണം? ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വേണം പറയാൻ. ഇവിടെ നോക്കുക, നമുക്ക് ഇവിടെ ഏരിയ മാർക്ക് ചെയ്തത് എൻ്റെയും സിൻ്റെയും ബിറ്റ്വീൻ ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ ട്രയാങ്കിൾ ഉള്ളൂ. CG മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ 2/3 × 2 മീറ്റർ ഡിസ്റ്റൻസിൻ്റെ 2/3. ഓക്കെ, അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് സ്ലോപ്പ് പറയേണ്ടത് നമുക്ക് ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് നമുക്ക് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷനൊക്കെ ആവശ്യമുള്ളത്. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പറയുമ്പോൾ ബാക്കിയുള്ളൊരു 2 മീറ്റർ കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെക്കണം. അതാണ് ഇവിടെ എച്ച് ബാർ ഈസ് ഈക്വൽ ടു 2/3 × 2. ഓക്കെ, പ്ലസ് അത്രയും ആ ഒരു വാല്യൂ എന്താണോ കിട്ടുന്നത് 2/3 × 2 ആ വാല്യൂ കിട്ടുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യുക 2 മീറ്റർ കൂടി ആഡ് ചെയ്യുക. അതായത് 3.33 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 3.33 മീറ്റർ. സ്ലോപ്പ് അറ്റ് സി എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റത്തെ നമ്മൾ എന്താണ് സാധാരണ പറയുന്നത്? ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഡിവൈഡഡ് ബൈ EI. ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം മുകളിൽ എഴുതിയിട്ടുണ്ട്. അത് mm, ബാക്കിയൊക്കെ mm² mmലൊക്കെ ആയതുകൊണ്ട് യൂണിറ്റ് ഒരേപോലെ ആക്കാൻ 40 × 10⁻6 തൊട്ട് മുകളിലത്തെ പ്രോബ്ലം ചെയ്ത അതേപോലെ തന്നെ ഹോൾ ഡിവൈഡഡ് ബൈ EI 200 × 360 × 10⁻6. അപ്പോൾ 0.0000556 റേഡിയൻസ് എന്ന് കിട്ടി. അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ കാണാൻ മൊമെൻറ്റ് ഓഫ് ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എബൌട്ട് എ ഹോൾ ഡിവൈഡഡ് ബൈ EI, അതായത് AH ബാർ എന്ന് പറയുന്ന ടീം AH ബാർ. 40 × 3.33 × 10⁻, ഇവിടെയും നമ്മൾ 10⁻9 എഴുതണം. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്, 10⁻3 എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 10⁻9 എഴുതുക. കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, തൊട്ട് മുകളിലത്തെ പ്രോബ്ലം പറഞ്ഞ അതേപോലെ തന്നെ 1.85 mm എന്ന് കിട്ടി. അങ്ങനെ നമുക്ക് ഇനി ഇടയിലുള്ള പോയിന്റിനെ മാത്രം കാണാൻ ഒരേ ഒരു വ്യത്യാസമുള്ളൂ. ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ ബി എന്ന് പറയുന്ന പോയിന്റാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഇനി അഥവാ സി എന്ന് പറയുന്ന പോയിന്റ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എച്ച് ബാർ എടുക്കുന്നത് എവിടെ നിന്ന് മതി? സി എന്ന് പറയുന്നതിലുള്ള എച്ച് ബാർ മതി. അതായത് 2/3 അത്രമാത്രം മതി. മുകളിൽ എന്താ കാണിച്ചിരുന്നത്? മുകളിൽ എച്ച് ബാർ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന എൻഡ് മുതൽ നമ്മുടെ ഈ ഡയഗ്രത്തിൻ്റെ സെൻറ്ററോട് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു മാർക്ക് ചെയ്ത് തരുന്നത്. അതാണ് വ്യത്യാസമുള്ളൂ. അത്രയും 0.741 mm എന്ന് കിട്ടി. ഓക്കെ, ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടി. നമ്മൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമ്മൾ ലാസ്റ്റത്തെ പറഞ്ഞ കേസായിരുന്നു സിംപ്ലി സപ്പോർട്ടഡ് ബീം. സിംപ്ലി സപ്പോർട്ടഡ് ബീം 5 മീറ്റർ സ്പാനുള്ളൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൽ 30 kN ആക്ട് ചെയ്യുന്നത് മിഡ് പോയിൻറ്റ് സി എന്ന് പറയുന്ന മിഡ് പോയിൻ്റാണ് ആക്ട് ചെയ്യുന്നത്. ഫൈൻഡ് ദ മാക്സിമം സ്ലോപ്പ് ആൻഡ് മാക്സിമം ഡിഫ്ലക്ഷൻ ഇൻ ദി ബീം യൂസിങ് മൊമെൻറ്റ് ഏരിയ മെത്തേഡ്. മൊമെൻറ്റ് ഏരിയ മെത്തേഡ് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ടേക്ക് EI ഡയറക്റ്റ് തന്നതാണ്. അപ്പോൾ kN m² ആയിട്ട് തന്നെയാണ് ഡയറക്റ്റ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ട,
ഇതിൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മീറ്റർ സ്ക്വയറോ മീറ്ററോ വന്നു കഴിഞ്ഞാൽ അതിനെ mm മാറ്റാൻ പോകണ്ട. ഓക്കെ, ആദ്യം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. 30 kN ആണെന്ന് വെച്ചാൽ WL/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 30 × 5 ഡിവൈഡഡ് ബൈ 4 37.5 kN മീറ്റർ എന്ന് കിട്ടി. അത് അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ ഡയഗ്രാം വരച്ചു. ഡയഗ്രത്തിൻ്റെ പകുതിയിലേക്കുള്ള ഏരിയ വരെ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി ആ ട്രയാങ്കിൾ. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് മുതൽ ഡയഗ്രത്തിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2/3 × 2.5 മീറ്റർ ആണ്. ഓക്കെ, നമ്മൾ തൊട്ട് മുകളിലുള്ള പ്രോബ്ലമൊക്കെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. നമ്മൾ ഹാഫ് ഏരിയ മാത്രം കൺസിഡർ ചെയ്താൽ മതി, അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഡയഗ്രാം ബിറ്റ്വീൻ എ ആൻഡ് സി ഈസ് ഈക്വൽ ടു 1/2 × 2.5 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 2.5 × 37.5 അത് ചെയ്യുന്ന സമയത്ത് 46.875 എന്നുള്ള വാല്യൂ കിട്ടും. അത്രയും kN/m². ഇനി മൊമെൻറ്റ് ഓഫ് ദിസ് ഏരിയ എബൌട്ട് എ എന്ന് പറയുന്ന പോയിന്റിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏരിയ എടുക്കുക. ആ ഏരിയ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അവിടുത്തെ മാക്സിമം എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? എച്ച് ബാർ തൊട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട് 2/3 × 2.5 ആണ്. അപ്പോൾ നമുക്ക് എച്ച് ബാർ ഈസ് ഈക്വൽ ടു 78.125 kN/m³. നമ്മൾ കേസ് പറഞ്ഞ അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. മൊമെൻ്റ് ഏരിയ മെത്തേഡ് എന്ന് പറയുന്നത് സെയിം ആണ്. എങ്ങനെയാണോ നമ്മൾ പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഏരിയ കാണുക. ഏരിയനെ ഡിവൈഡഡ് ബൈ EI ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ സ്ലോപ്പ് കിട്ടും. എച്ച് ബാർ കാണുക. എച്ച് ബാറിന് EI കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഡിഫ്ലക്ഷൻ കിട്ടും. അപ്പോൾ മാക്സിമം സ്ലോപ്പ് ഈസ് ഈക്വൽ ടു θA ഡിവൈഡഡ് ബൈ EI. ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഡിവൈഡഡ് ബൈ EI എത്രയാണ് വാല്യൂ കിട്ടുന്നത്? 0.01116 റേഡിയൻ എന്ന് കിട്ടി. അടുത്ത മാക്സിമം ഡിഫ്ലക്ഷൻ YC ഈസ് ഈക്വൽ ടു YC എത്രയാണ്? ബെൻഡിങ് അവിടുത്തെ എച്ച് ബാർ എത്രയാണോ കിട്ടിയത് 78.125 ഹോൾ ഡിവൈഡഡ് ബൈ EI. EIൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4200 തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ മീറ്ററിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതായതുകൊണ്ട് നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് 0.0186 മീറ്റർ ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് എന്താണ് വേണ്ടത്? MM-ലായിട്ട് എഴുതിയാൽ മതി. കാരണം എന്താ? മീറ്റർ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാവില്ല. 18.6 mm എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ MM എന്നുള്ള യൂണിറ്റിലേക്ക് എഴുതി ഡൗൺവേർഡ് ഡയറക്ഷനിലാണെന്ന് മാർക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ മാക്സിമം സ്ലോപ്പും അതുപോലെ തന്നെ മാക്സിമം ഡിഫ്ലക്ഷനും നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ പ്രോബ്ലം കൂടി ഒന്ന് ചെയ്യുക. ചെയ്തിട്ട് കറക്റ്റായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ലാസ്റ്റത്തെ കേസ് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL എന്ന് പറയുന്ന കേസാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ആ ലാസ്റ്റത്തെ കേസ്, ആ കേസ് പ്രകാരമുള്ള പ്രോബ്ലമാണ്. വേറൊന്നുമില്ല, നിങ്ങൾ 10 kN/m എന്ന് പറയുന്ന UDL ബെൻഡിങ് മൊമെൻറ്റ് കാണുക. ബെൻഡിങ് മൊമെൻറ്റ് കണ്ടതിന് ശേഷം ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രത്തിൻ്റെ പകുതി ഏരിയ മാത്രം കൺസിഡർ ചെയ്താൽ മതി. 2/3 BH ആണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് 5/8 × L/2 ആണ്. അതോടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ മോർസ് തിയറം 1 പ്രകാരം എന്ന് പറഞ്ഞിട്ട് ഇക്വേഷനിൽ എഴുതാം A ഡിവൈഡഡ് ബൈ EI, ഏരിയ ഡിവൈഡഡ് ബൈ EI. അത് ചെയ്യുക, ഇത്ര റേഡിയൻ എന്ന് കിട്ടും. അതുപോലെ തന്നെ മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ AH ബാർ ഡിവൈഡഡ് ബൈ EI എന്നുള്ള ഇക്വേഷൻ എഴുതാം. അതും ഇതേപോലെ തന്നെ ചെയ്യുക. സ്വന്തമായിട്ട് ചെയ്തിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് തന്നെ ചെയ്യാം. നമുക്ക് ഈ മൊഡ്യൂളിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. 2 പോർഷനാണ് നമ്മൾ പഠിച്ചത്. അതായത് ഡിഫ്ലക്ഷൻ ആണ് ചാപ്റ്റർ. ഓക്കെ, ഡിഫ്ലക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? 2 രീതിയിൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ 2 ടൈപ്പിലാണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡ്, ഒന്ന് മൊമെൻ്റ് ഏരിയ മെത്തേഡ്. അപ്പോൾ രണ്ടും കൺഫ്യൂഷൻ ആവരുത്. രണ്ടും വളരെ സിമ്പിൾ മെത്തേഡാണ് മൊമെൻ്റ് ഏരിയ മെത്തേഡ്. പക്ഷേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടും ചോദിക്കാം. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ക്ലിയർ ചെയ്തിട്ട് ഈ പ്രോബ്ലം ചെയ്യാം.